ആഷിന്റെ സ്കൂളിൽ മീറ്റിങ്ങിനാണ്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ മീറ്റിങ്ങിനൊക്കെ പോണേ. എന്റെ മീറ്റിങ്ങിന് ആരും വരാന്നല്ല. പിന്നെ അമ്മ യാത്രയ്ക്കാൻ വന്നില്ല, കാരണം അമ്മ നിസ്കരവായില്ലേനും. അപ്പൊ പിന്നെ ഞങ്ങള് പോയി. ഞങ്ങൾ അറിയുമ്പോ നിങ്ങളെ കഴിക്കണ്ടാവും ആരാന്ന്. ഇതാണ് മാമന്റെ മോന് ഷാജിദ്. ഓൻക്കൊക്കെ ഭയങ്കര മടിയാണ് വീഡിയോന്റെ മുന്നിൽ മുഖം കാണിക്കണം. അപ്പൊ ഞാൻ പിടിച്ചിരുത്തി. മഴയുള്ളതിനെ കൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്ത് റെയിൻകോട്ട് ഇട്ടിട്ടാ ഇറങ്ങി. എനിക്കാണെങ്കിൽ റെയിൻകോട്ട് ഇടുന്ന ഏർപ്പാടേ ഇഷ്ടമല്ല. അങ്ങനെ തന്നെ ഞങ്ങള് യാത്ര തുടങ്ങി. അങ്ങനെ തന്നെ നമ്മൾ അവിടെ എത്തി. ഇതാണെങ്കിലോ PTA മീറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് തിരക്കുണ്ട്, എല്ലാ ക്ലാസ്സിനും ഉണ്ടാവും PTA മീറ്റിംഗ് ആവും. ഞാൻ പറഞ്ഞതാ പോണില്ലാന്ന്. പക്ഷെ അമ്മ വീട്ടിലിരുത്താണ്ട് ആട്ടി പൈപ്പി. മീറ്റിങ്ങിന് പോകുമ്പോ ഓന്റെ സാർ ഒരു ഫയൽ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി. ഒരു സ്റ്റാർ മിഠായി കണ്ടപ്പോ ഇങ്ങനെ പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മ വന്നു. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് അത് വലിയ ഹൈലൈറ്റ്. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ നേരെ ഓന്റെ ക്ലാസ്സിൽ പോയി. എനിക്കാണെങ്കിൽ വലിയൊരു അബദ്ധം പറ്റിയായി. ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. അവിടെ കയറി ഇരുന്നതിന് ശേഷമാണ് ഓന്റെ ഡിവിഷൻ ഏതെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ടയിലൊന്ന് കയറി. പിന്നെ അപ്പനെ വിളിച്ചു നോക്കി. ഞാൻ 2 സീലാ കയറിയത്. ശരിക്കും ഓന്റെ ക്ലാസ് 2 D. പിന്നെ അവിടുന്ന് ചമ്മി ഇളിഞ്ഞ മോന്തയും കൊണ്ട് മെല്ലെ അവിടുന്ന് ഇറങ്ങി 2 Dയിലേക്ക് തന്നെ നമ്മള്. അങ്ങനെ പിന്നെ അവിടെ അറിയാത്ത പോലെ വലിയ ആളായി പോയി ഇരുന്നിക്കണ്. ഇനി അവിടത്തെ എന്താന്നുള്ള കേക്കട്ടെ. മറ്റൊരുത്തുനിന്ന് കുറച്ച് കേട്ടു വന്നതാണ്. ഇനി ഇവിടുന്നും കേൾക്കണം. പിന്നെ പെട്ടെന്ന് സാർ ഓന്റെ പേപ്പേഴ്സ് ഒക്കെ തരുന്നേ. അപ്പൊ എന്താ കുഴപ്പമില്ല, മാർക്കൊന്നും അങ്ങനെ തന്നെ പറയാം. നോട്ട് ബാഡ് ലൈക്ക് അങ്ങനെ. അല്ലേലും ഓനിക്ക് എന്റെ കഴിവ് നല്ലോണം കിട്ടിയിരിക്കണം. അതുകൊണ്ട് മാർക്കൊക്കെ. ഇതിനൊന്നും പിന്നെ എന്റെ കഴിവല്ലോട്ട് കിട്ടിയത്. മയത്തുള്ളി എന്നുള്ളത് മയക്കുള്ളി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താ കുബതല മയതല എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് നല്ലോണം ചടക്കുണ്ടേനും. ഞാൻ പിന്നെ വെള്ളം അവിടുന്ന് എസ്കേപ്പ് ആവാ വിചാരിച്ചു. ഒരു വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ പേരും പറഞ്ഞ് വെള്ളം അവിടുന്ന് ഇറങ്ങി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. ഇന്ന് പാർട്ട് 2 വരുന്നുണ്ട്. ഓക്കെ.